Alright guys, welcome to my another vlog. ഇന്നത്തെ വ്ളോഗ് നമ്മൾ മഴ കഴിഞ്ഞിട്ടുള്ളൊരു ഡ്രൈവാണ്. ഞാനിന്ന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അതൊക്കെ രാവിലത്തെ അത് കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും മഴ പെയ്ത്. അപ്പോൾ യാവിന് ഇന്നലെ അവൻ്റെ അങ്ങളുടെ വീട്ടിൽ പോയി. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവർ വന്ന് അവനെ പിക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ അവർ നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി 2-3 ദിവസം കൂടി അവിടെ നിൽക്കണമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ ഡ്രസ്സും പിന്നെ അവൻ്റെ ഐപാഡും അവൻ മറന്നു. അതില്ലാണ്ട് ഇവന്മാർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടുപോണ സംഭവമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ താമസിക്കുന്നത് പറഞ്ഞാൽ കിടക്കി എക്സ്റ്റൻഷൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് എൻ്റെ പഴയ ബ്ലോഗിൽ. കിടക്കി എക്സ്റ്റൻഷൻ മാൾവി നഗർ. അപ്പോൾ അവിടേക്ക് പോകണ വഴിയാണ്, കണ്ടില്ലേ. അപ്പോൾ ഫൈനലി ഇന്ന് മഴ പെയ്ത് ഒരു അധികമില്ല, എന്നാലും ഒരു 1/4 മണിക്കൂർ വ്ളോഗ് റെക്കോർഡ് ആവണില്ലേ. കാരണം ഈ ഹെൽമെറ്റിൽ കൂടെ നമ്മൾ ഇത് ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റില്ലുള്ളൂ. ഇവിടുന്ന് പോകണ്ടേ. ഞാൻ വഴി മറന്നു, അതുകൊണ്ട് മാപ്പ് ഇട്ടിരിക്കുക. അവിടെ 2-3 പ്രാവശ്യം പോയി, എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും ഒരു ചെറിയൊരു ഇത് സൂക്ഷിച്ച് ഓടിക്കണം. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കുന്നത്. പല വേനെടുക്കണം. ഈ ഹെൽമെറ്റ് ഉണ്ടല്ലോ ഭയങ്കര ഹെവി. അത് ഈ ഹെൽമെറ്റിൽ പ്ലസ് ഈ മൊബൈലും കൂടി വെച്ചപ്പോൾ ഈ മൊബൈലിൽ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോണ വഴിയിലൊന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും രാത്രി ഇതുവരെ ഞാനൊരു ഷൂട്ട് ചെയ്തിട്ടില്ല വ്ളോഗിൻ്റെ, എന്ന് വെച്ചാൽ ഡ്രൈവിങ്ങിൻ്റെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം അതും കൂടി ഒന്ന് കാണും. അപ്പം അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ലോ ലൈറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഫോണിൻ്റെ. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങനെ ചെയ്യണം. ഇത് എല്ലാവർക്കും ഇവിടെ നടന്നില്ല, സൂക്ഷിച്ചു കൊണ്ടിരുന്നാണ്. ഇതാണ് ഡൽഹി. രാവിലെ ആയിരുന്നു വെച്ചാൽ എന്നെ ഉച്ചയ്ക്ക് നല്ല കുറച്ച് വെളിച്ചം വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചത് തന്നെ എത്ര ഗ്രീനാണ് ഡൽഹി. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് ഡൽഹി കാണാൻ. കൊണ്ടുപോയി ട്രാഫിക് കാണിക്കണില്ല. ഇതൊന്ന് മഴ കാരണം ചിലപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയില്ലേ. അന്ന് നിങ്ങൾ അറിയിച്ച കൂടിയാണല്ലോ. എൻ്റെ വ്ളോഗ് റെക്കോർഡാവുന്നൊന്നും എനിക്കറിയില്ല. അതേപോലെ പിന്നെ സ്ക്രാപ്പ് ഇട്ടു. ആക്ച്വലായി ട്രാഫിക് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പം 5-ാം തീയതി എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാട്ടോ. അപ്പോൾ യു ഗൈസ് ജസ്റ്റ് വിഷ് മീ ഗുഡ് ലക്ക്. കാറിൻ്റെയും ബൈക്കിൻ്റെയും കൂടിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. രണ്ടും ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ ഒന്ന് എൻ്റെ ബ്രദറിനോണ്ട് കാറുണ്ടാവും ഡൽഹി. അപ്പോൾ ആ വണ്ടിയിൽ മറ്റന്നാളോ അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അത് എനിക്കങ്ങനെ ഓടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും മാനുവലായിട്ട് കുറേ നാളായിട്ട് മാനുവൽ ഓടിച്ചിട്ടില്ലല്ലോ നമ്മൾ. ദുബായിലൊക്കെ നമ്മൾ ഓടിച്ചിരുന്നു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും ആദ്യം പഠിച്ചു വന്നൊക്കെ മാനുവലിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം വരില്ല. എന്നാലും കുറച്ച് ടെസ്റ്റ് ട്രൈ ചെയ്യണത് നല്ലതാണ്. പിന്നെ ബൈക്ക് ഇപ്പോൾ പ്രശ്നമില്ല. ബൈക്ക് ഇപ്പോൾ ഓടിച്ച് കുറച്ചൊരു കൈ ഇരുന്നിട്ടുണ്ട്. മഴ കഴിഞ്ഞിട്ടുള്ള ഓടിക്കൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ തിരക്കുണ്ടിട്ടാ. മോനെ ഡൽഹി റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മുക്കിലും മൂലയ്ക്കും നിങ്ങൾക്ക് ഓടിക്കാം. കാരണം ഇവിടെ ഉണ്ടല്ലോ ഫുള്ളൊരു സൈക്കോളജിക്കൽ ജഡ്ജ്മെന്റാണ്. മുമ്പിലത്തെ വണ്ടി അല്ലെങ്കിൽ പിന്നിലത്തെ വണ്ടി എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എനിക്കൊന്ന് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നടന്നു പോണ്. മുമ്പിൽ നോക്കിയ ഒരാൾ ഭയങ്കര ധൈര്യമായിട്ട് ഹെൽമെറ്റ് ഒന്നുമില്ല സമയത്ത് കൊടുക്കണം കേട്ടോ. ഭയങ്കര അവൻ ഷാറുഖ് ഖാൻ. അവനക്കൊന്നും പറ്റില്ല വീണ കഴിഞ്ഞാൽ. ഇങ്ങനത്തെ കുറെ തെണ്ടികളുണ്ട് ഇങ്ങനെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സേഫ്റ്റി ഫസ്റ്റ് ഇവന്മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തലയിലേക്ക് കയറില്ല. എന്ത് ചെയ്യാനോ. എനിക്ക് തോന്നി ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു മെന്റാലിറ്റി ഉണ്ട് കേട്ടോ ഇവർക്ക്. എന്ന് വെച്ചാൽ എന്ത് ലോ
അതാ തോന്നിയത് പലപ്പോഴും. അത് നമ്മളിപ്പോ പുറം രാജ്യത്തായാലും ശരി, ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതലും ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. ഒരു ഹിപ്പോക്രസി നേച്ചറാണ് ഇവർക്ക്. അവർ ചെയ്യുന്നത് ശരിയും നമ്മൾ അവരുമാതിരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തെറ്റും പറയും അവര്. നല്ല ശിരോമണികൾ. എല്ലാ ട്രാഫിക് ഉണ്ടാവും. മെയിൻ റോഡ് പറയാനുള്ളൂ, പക്ഷെ നാഷണൽ ഹൈവേ ഒക്കെ ഓടിക്കുമ്പോഴാണ് ഒരു സുഖം ബൈക്ക് കൊണ്ടുപോകുന്നത് അതൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ വണ്ടി മേടിച്ച പിന്നെ കമ്മ്യൂട്ടിങ് ഭയങ്കര ഈസിയായി. കാരണം ഡൽഹിയിൽ എന്ന് പറഞ്ഞാൽ ബൈക്ക് ഇല്ലാണ്ട് പറ്റില്ല. ബൈക്കല്ലെങ്കിൽ സ്കൂട്ടർ, കാറൊക്കെ മേടിച്ചിട്ട് കാര്യമില്ല. സേഫ്റ്റി എന്നൊക്കെ പറയുന്ന ആൾക്കാർ യെസ് ദാറ്റ്സ് ട്രൂ, പക്ഷെ കാറിന് വരെ ഇപ്പൊ സേഫ്റ്റി ഇല്ല. അത്ര ചീത്ത മെറ്റീരിയൽ കൊണ്ട് അവർ വണ്ടി ഉണ്ടാക്കാറില്ല. അല്ല, അവിടെ മുമ്പിൽ വണ്ടി നിർത്തി വെച്ചിട്ട് നോക്കിയാൽ കേടായതെന്ന് പറഞ്ഞൂടാ, മരം വീണുണ്ട് ഇവിടെ. ഇന്ന് കുറെ സ്ഥലത്ത് മരം വീണുണ്ട്. വേറൊരു വണ്ടി കേടാവും. ഇങ്ങനൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ ഇവിടെ, ഇങ്ങനെ പറ്റില്ല. ഇത് വീഡിയോ റെക്കോർഡ് ആവുന്ന വരെ എനിക്ക് അറിഞ്ഞില്ല. ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്ന ഷ്യാമി പോണോണ്ടാണ്. എനിക്കൊരു ചെറിയ പേടിയുണ്ട്. കാരണം ഇതങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ പോയി, വേറൊരു വഴിയില്ല. കാരണം ഇത് ഇരിക്കുന്നത് ആകെ ഒരു ഇതിലുണ്ട്. വെള്ളം. ഇവിടെ റോഡ് പണി കിടക്കായിരുന്നു. ഇപ്പൊ റോഡ് ശരിയാക്കി, അതുകൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വന്നപ്പോ ഭയങ്കര പണിയായിരുന്നു. റോഡ് ശരിയാക്കി. ഐ ഹോപ്പ് മൈ സെറ്റിംഗ് ഈസ് ഓക്കെ. കാരണം നമ്മൾ ഹെൽമെറ്റിൽ ഈ സെറ്റ് ചെയ്യുമ്പോഴേ അറിഞ്ഞൂടെ ശരിക്കത് റെക്കോർഡ് ചെയ്യുമ്പോ ഇരിക്കുന്നു. എന്ത് സുഖാന്നറിയാം. നല്ല തണുത്ത കാറ്റ്, മഴ കഴിഞ്ഞിട്ടേ നല്ല ഒരു തണുത്ത കാറ്റിനടിക്കും. നല്ല സുഖണ്ട് ബൈക്ക് ഓടിക്കാൻ. നമ്മളീ പോണ സ്ഥലം എന്ന് പറഞ്ഞാല് മാളവനഗർ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കച്ചറ ആയത് നിർത്തം. ഭയങ്കര കൺജസ്റ്റഡും. പിന്നെ അവിടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അവിടെ റോഡിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സർക്കസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക്. അവിടെ ആൾക്കാർ ഓടിക്കണ എങ്ങനെയാണ് വണ്ടി ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക്. അവിടെ ഓടിക്കാന്ന് പറഞ്ഞ വണ്ടി ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് അവിടെയാണല്ലോ ഒരു 3 മാസം താമസിച്ചത്. ഫാമിന്റെ 2 ബ്രദർ അവിടെയാണ്. പിന്നെ യങ്ങർ ബ്രദറും എൽഡർ ബ്രദറും. എൽഡറല്ല, അവളിലും ചേർത്ത 2 പേരും അവിടെയാണ്. ഇർക്കി എക്സ്റ്റൻഷൻ എന്ന് പറയും. പിന്നെ മൈക്കിന്റെ സെറ്റിങ് എങ്ങനെയാണ്, വീഡിയോ സെറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പൊ ഗൈസ്, നമ്മളുടെ നാട്ടിൽ വരാനുള്ള സമയം അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഐ ആം സോ എക്സൈറ്റഡ്. മംഗള എക്സ്പ്രസ്സിലാണ് ഞാൻ വരുന്നത്. 9-ാം തീയതി നമ്മുടെ ട്രെയിൻ 5:40 പകൽ. 5:40 പകൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് 5 മണിക്കെന്ന് പറഞ്ഞത് രാവിലെ. പക്ഷേ ഓഫ്കോഴ്സ് നമ്മൾ ട്രെയിൻ എപ്പോഴും ലേറ്റാ പറഞ്ഞു. ഒരു 7 മണി 8 മണിന്ന് കരുതാം. എൻ്റെ സിസ്റ്റർ വരും എന്നെ പിക്ക് ചെയ്യാമെന്നാണ് മമ്മി പറഞ്ഞത്. അവിടെ നമുക്ക് പേരൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സിസ്റ്റർ കാർ കൊടുത്തു. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഷീ വിൽ കം ആൻഡ് പിക്ക് അസ് അപ്പ്. പിന്നെ ഈ ആവിൻ്റെ ആദ്യത്തെ ട്രാവലാണ് കേരളത്തിലേക്ക്. എൻ്റെ കുറെ നാൾ കഴിഞ്ഞിട്ടുള്ള ട്രാവൽ. ഓൾമോസ്റ്റ് ഒരു 10-15 കൊല്ലായിരുന്നു ഞാൻ നാട്ടിൽ പോയിട്ട്. യെസ്. വേറെ ഒരെണ്ണം വണ്ടിക്ക് ഇങ്ങനെ ഈ സൈഡിൽ നിർത്തുന്ന വണ്ടികളിൽ കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാക്കുന്നത്. മഴ ഉള്ളതുകൊണ്ട് കുറെ കുണ്ടും കുഴിയൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മളുടെ സർക്കാരിന്റെ വകയുള്ള കാറ് നമുക്കറിയാമല്ലോ. ഇൻഡിക്കേറ്റർ ഒന്നുമില്ല ഇട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഇടാൻ അവന്റെ വിരലിന്. എന്റെ മോനെ, ഇവിടെ ഡൽഹിയിൽ റോഡ് റേജ് ഏറ്റവും കൂടുതലാണ്. അത്രയും ക്ഷമ വേണം. ഞാൻ എൻ്റെ ബി പിയുടെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് പ്രശ്നമില്ല ഇപ്പം. അല്ലെങ്കിൽ പിന്നെ
ഞാൻ തന്നെ ചെന്ന് ചിലപ്പോൾ അവനെ കണ്ട് തെറി പറഞ്ഞോനെ. അപ്പോൾ ബേസിക്കലി ഇത് ഒരു 11 മിനിറ്റ് 6-7 കിലോമീറ്ററുള്ള ഇവിടുന്ന്. പക്ഷേ ഓൾമോസ്റ്റ് 20 മിനിറ്റ് എന്താ കാണിച്ചപ്പോൾ ഓൾമോസ്റ്റ് 10 മിനിറ്റായി നമ്മൾ ഡ്രൈവ് ചെയ്യണം. മനസ്സിലായില്ല? ഞാൻ ആദ്യമായിട്ട് കേട്ടോ ബൈക്കിൽ ഈ ലോ ലൈറ്റ് റെക്കോർഡിങ് ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ ബേസിക്കലി ബൈക്കിൻ്റെ കുറേ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, ഡ്രൈവിങ്ങിൻ്റെ നമ്മളെ മോട്ടോ വ്ളോഗ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പിടിച്ചു തുടങ്ങി ഹെൽമെറ്റിൽ വെച്ചിട്ടുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ക്യാമറ ഇടുന്നതൊക്കെ അത് പിടിച്ചു തുടങ്ങി. ഇവിടെ പിന്നെ ചലാൻ അടിച്ചു തുടങ്ങി. അപ്പം ഞാനതിപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്നും റിസ്ക് എടുക്കുന്നില്ല. രാത്രി അങ്ങനെ അധികം ചെക്കിങ് ഉണ്ടാവാറില്ല. ചെസ്റ്റിൻ്റെ നമ്മൾക്ക് ക്യാമറ വയ്ക്കാം, ചെസ്റ്റിലുള്ള നമ്മുടെ ഇതുണ്ടല്ലോ അതിലേക്ക് നമ്മൾക്ക് ക്യാമറ വയ്ക്കാം. ഇവന് ലെഫ്റ്റ് പോകണം റൈറ്റ് പോകണം എന്നൊക്കെ നേരെ പോകണം. 171 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് നോക്കാം, പെട്രോൾ ലാഭിക്കണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് 4 ദിവസമായിട്ടൊക്കെ കണ്ടിന്യൂസ്ലി ഞാൻ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കട്ടെ. ഞാൻ ആ ഒരു പരിപാടിയിലാണ്, എൻ്റെ വോക്കൽ ശരിയല്ലല്ലോ, ഞാൻ ആ പരിപാടിയിലാണ് കണ്ടിന്യൂസ്ലി വ്ളോഗ് ഇടാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഡെയിലി വ്ളോഗ്സ് വരില്ലേ. ഞാൻ ചാലഞ്ച് എടുത്തിട്ടില്ല. ആദ്യം ഇതിനു മുമ്പ് നമ്മൾ ചാലഞ്ച് എടുത്തായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല, നമ്മൾ വിജയിച്ചില്ല. എൻ്റെ മറ്റേ വ്ളോഗ്സ് ബൈ എന്ന് പറഞ്ഞൊരു ഹിന്ദി ചാനലുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓൾമോസ്റ്റ് 190 ഡേയ്സ് 185 190 ഡേയ്സ് വരെ ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ ഡെയിലി വ്ളോഗ് ഇട്ടിരുന്നു. പക്ഷെ ആ ചാനൽ നമുക്ക് അധികം ഹിറ്റായില്ല. എൻ്റെ 2 ചാനൽ ഇപ്പോൾ വെറുതെ നിൽക്കുന്ന ഡൽഹി അല്ല ഹിന്ദി ചാനൽ. എൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ, കണ്ണാടിയൊക്കെ ആകെ ഇതായിപ്പോയി ഇത് കാരണം. ഹെൽമെറ്റിൻ്റെ ഇരുന്നിട്ട് മങ്ങിപ്പോണു. എന്താണ് പോലീസ് ആംബുലൻസ് അത് 101 മിനിറ്റ് കൊണ്ട് ഇത്രയും വലിയ ട്രാഫിക് സിഗ്നൽ ഇത്. ഒരുത്തന്നെ അവിടെ പോണോക്കിയ ബൈക്ക് എടുത്തിട്ട് സിഗ്നൽ കട്ട് ചെയ്ത് എന്ത് ചെയ്യാനാണ്. ഹെൽമെറ്റും ഇല്ല കേട്ടോ, 2 പേരും വിത്തൗട്ട് ഹെൽമെറ്റ്. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ എത്ര മിസ്റ്റേക്സ് ഉണ്ടാവും അറിയോ. ഈ സൈക്കിളുകാരനെ നോക്കും, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഒരു പേടിയില്ലാത്ത വിഷയങ്ങൾക്ക് ഒരു സെക്കൻഡ് മതി ഒരാളുടെ വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആവാനോ അല്ലെങ്കിൽ കള്ളു പിടിച്ചിട്ട് ഓടിച്ചവർ ആര് വന്നിട്ട് ഇടിച്ചു പോവാണ്. അല്ലെങ്കിൽ എൻ്റെ കണ്ണട ആകെ മഞ്ഞ് പിടിച്ചു പോയി കണ്ണട. വേറെ വെക്കൽ ഇതല്ല, ആ വണ്ടീനുണ്ടോ എന്തേലും നോക്കിയാൽ ഒക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഓൾമോസ്റ്റ് അവൻ പകുതി റോഡ് വരെ എത്തി. ഇപ്പം നമ്മളുടെ സിഗ്നലായി കഴിഞ്ഞാൽ എനിക്ക് റൈറ്റ് എടുത്ത് പോകേണ്ടി വരും. എവിടെയാണ് മറ്റേ നിർത്തേണ്ടത്? ആക്ച്വലി നമ്മളുടെ ഇതുണ്ടല്ലോ അവിടെ ആ ഭാഗത്തായിട്ടുണ്ട് കണ്ട സീബ്ര ക്രോസിംഗ് അവിടെയാണ്. ബസ് വരെ നമ്മളുടെ ഗവൺമെൻറ് ബസ് വരെ മുമ്പിൽ കയറി പറയണ്ട. ഇതിൽ കണ്ടില്ലേ മാളവ്യനഗർ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക്കാണ്. ഒരു സ്കൂട്ടർ എടുക്കണ നോക്കിയാ നമ്മൾക്കാണ് പോകേണ്ടത്. ഇപ്പൊ എനിക്ക് നമ്മൾക്ക് മുമ്പിൽ പോകുമ്പോഴത്തേക്ക് ആ സ്കൂട്ടറുകാരൻ എന്ത് ചെയ്യും? ഇപ്പൊ ഇന്ത്യയിലും അവൻ എൻ്റെ അമ്മ ഇത് നോക്ക് റെഡ് ലൈറ്റ് ഒക്കെ കഴിഞ്ഞ് ആൾക്കാർ അങ്ങോട്ടും വരണ്. ഇതേട്ടാ ഇത് വേണ്ട ടെൻഡി അമ്മ അയ്യോ ഒന്നും പറയേണ്ടത്. ഡൽഹിയിൽ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല. എന്താ ലൈറ്റൊന്നുമില്ലേ? നല്ല കാറ്റ്. നമുക്ക് ആ ബ്രിഡ്ജിൽ നിന്ന് റൈറ്റ് എടുക്കാം. ഈ റോഡ് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഹെൽമെറ്റ് ഇല്ല. എന്നെങ്ങനെ ഒരു പ്രാവശ്യം പോലീസ് പിടിച്ച് വണ്ടിയൊക്കെ നിർത്തി
എന്നിട്ട് എന്നോട് പറഞ്ഞു ലൈസൻസ് കാണിക്കും. ഞാൻ പേപ്പർ കാണിച്ചു കൊടുത്തു, എൻ്റെ ലേണേഴ്സ് ലൈസൻസ്. ഇത് പറ്റില്ല, മറ്റണം മറിച്ചണം. അവർക്ക് പൈസ വേണമായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിൽ ലോ അനുസരിച്ചിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ഐ ക്യാൻ ഡ്രൈവ് ഫോർ 6 months എന്ന് വെറുതെ മനുഷ്യനാക്കല്ല. നമ്മൾ നല്ലോണം സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ ഓക്കെ വിട്ട്. അല്ലെങ്കിൽ പിന്നെ അവന് അതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. കറപ്ഷൻ. വി ആർ അറ്റ് ദി പീക്ക്. കണ്ട ബൈക്കൊക്കെ നിൽക്കണോ മുമ്പിൽ? ഇന്ന് സമയമുണ്ട്, പെട്രോൾ ലാഭിക്കാം. ഇവരൊക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ മൊബൈൽ അടിച്ചു പോകും, പറയാൻ പറ്റില്ല. ഇവിടെ കുറെ ഇങ്ങനെ കള്ളന്മാരുണ്ട്, മുമ്പിൽ കയറിയിക്കാം. ഈ മൊബൈൽ നോക്കിയിട്ട് അവര് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ അവര് മൊബൈൽ തട്ടിക്കൊണ്ടു പോണ ആൾക്കാരുണ്ട്. നമുക്ക് വണ്ടിയിട്ട് പോകാനും പറ്റില്ലേ അവരുടെ പിന്നാലെ. അപ്പൊ ഇതൊക്കെ ഭയങ്കര കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പൊ ട്രെയിനിൽ പോകുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ പറ്റാതെ. കാരണം ട്രെയിനിൽ ഇഷ്ടം പോലെ ഇങ്ങനെ കളവൊക്കെ ഇറക്കണാണ്. ഓരോ ഈ ചോറുമാരുണ്ട് ഇഷ്ടം പോലെ. മൊബൈലും നമ്മുടെ ലാപ്ടോപ്പും ഐപാഡൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. ചെക്കനെപ്പോൾ ഈ ഐപാഡ് വെച്ച് വയ്ക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാണ്ടൊന്നും പറയാനും പറ്റില്ല. പക്ഷെ AC പോകണോണ്ട് കുറച്ചൊരു സമാധാനമുണ്ട്. ഹോപ്പ്ഫുള്ളി യു വിൽ ബി സേഫ്. ഇനിയാണ് ഇവിടുന്ന് ഇത് കഴിഞ്ഞാൽ ഈ റൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്നുള്ള ട്രാഫിക് നോക്കുക. എന്നുവെച്ചാൽ ഈ ആൾക്കാർ ഓടിക്കുന്ന സ്റ്റൈലും അവരുടെ ഇതുണ്ടല്ലോ, നിങ്ങൾ കണ്ടും മനസ്സിലാക്കണം. അയ്യോ, ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും എൻ്റെ ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. എൻ്റെ വൈഫിനോട് പറയും, ഞാൻ ഇവൻ്റെ വീട്ടിലേക്ക് വരാം, നിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഈ തലവേദന. അന്ന് അവരവിടുന്ന് മാറുന്നുമില്ല. നമ്മളുടെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അങ്ങനെ ഒരു ഇതില്ല, പ്രശ്നമില്ല. കാരണം കുറച്ച് പോസ്റ്റ് ലൊക്കാലിറ്റി ആയതുകൊണ്ട് ശരി. ഇവിടൊക്കെ റോഡ് നന്നാക്കിയിട്ടേ ഉള്ളൂ, നല്ല റോഡ്. ഇപ്പൊ കുഴപ്പമില്ല. കുറച്ചും കൂടി നമ്മളൊന്ന് മുമ്പിൽ പോയി കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ എന്താ ആവാണ് ഇവിടെ. ഒന്നാമത്തെ ഇവിടുത്തെ ഈ മരങ്ങൾ കാരണം റോഡ് ഇങ്ങനെ വലിയ റോഡ് ചെറുതായി വരും. ദൈവം ഇത് കണ്ട ഈ കബാടിവാലയാണ് കറുപ്പിന്റെ ബോക്സ് ഉള്ളത്. ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും പേടിക്കാതെ. ഇതൊക്കെ ബാൻ ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇഷ്ടംപോലെ. ഈ ഡെയിലീസൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയിൽ ഈ ട്രാഫിക്കിന്റെ പ്രശ്നം പറഞ്ഞാൽ ഒന്നാമത്തെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് വെഹിക്കിൾസ്. അതൊന്ന് മനസ്സിലായില്ലേ? വേണ്ട ഹെൽമെറ്റിലാണ്ട് ഹീറോ. ഇനും ഇവിടുന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങുമാണ് ഇവൻ പോണണ്ട. ഇതൊക്കെ പറഞ്ഞ ഇവിടുന്ന് മുതൽ നോക്കിയോട്ടെ ഇവിടുത്തെ ആൾക്കാർ വണ്ടി ഓടിക്കണമെങ്കിലാണ്. നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ വന്നിടിക്കും. ഇതേ ഓട്ടോറിക്ഷ നിൽക്കരുത്. എല്ലാവർക്കും തിരക്ക് ഇവിടെ. അപ്പോൾ നമ്മൾ ആ തിരക്ക് കാണിക്കണം. നമ്മളൊക്കെ PM-ന്റെ സ്ഥാനത്തെ ജോലി ചെയ്യുന്നുള്ള തിരക്ക് കാണിക്കണം. അവൻ്റെ അമ്മായിപ്പൻ്റെ ഒക്കെയാണ് അവിടെ വണ്ടിയിൽ വഴി നിർത്തിയിരിക്കണത്. കണ്ടോ, വണ്ടിയിലിരുന്ന് കള്ളുപിടിക്കാൻ. കാരണം ഈ ഏരിയയിൽ ഇതുണ്ട്, ടേക്കുണ്ട്. ടേക്കാന്ന് പറഞ്ഞാൽ ഈ കള്ളൊക്കെ വെക്കുന്ന ഷോപ്പിലെ കള്ള് ഷോപ്പ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വണ്ടി നിർത്തും. വണ്ടി എടുത്തിട്ട് പിന്നെ കാറോ ബാർ എന്ന് പറയണം. കാറോ ബാർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഉള്ളിൽ ബാറ്. എന്നിട്ട് കാറിലിരുന്നിട്ട് ഇവർ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് മേടിച്ച് 5 രൂപയ്ക്ക് ഒരു 10 പ്ലാസ്റ്റിക് ഗ്ലാസ് മേടിച്ചിട്ട് ഫ്രണ്ട്സായിട്ട് അങ്ങോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ട്രാഫിക് ബ്ലോക്ക്. ഇത് കുറച്ച് കുറവാട്ടോ. പക്ഷെ നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ച് വന്നാണ് ഇവിടെ ട്രാഫിക് അധികമില്ല. അല്ലെങ്കിൽ ഈ സമയം നമുക്ക് ഇങ്ങനെയൊന്നും ഓടിക്കാൻ പറ്റില്ല. കാല് വെച്ചിട്ടേ ഓടിക്കാൻ പറ്റുള്ളൂ ബൈക്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടുത്തെ. ഇതൊന്നും മഴ കാരണം എലികളൊക്കെ കൂടിനുള്ള. അയ്യോ, ഇവിടുന്ന് റൈറ്റെടുത്തത് നടന്നിട്ട്. നല്ല സ്ട്രീറ്റ് ഫുഡിന്റെ സ്മെല്ല്.
പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഈ ഹൈ ബീം ഇട്ടിട്ട് വേറെ അനാവശ്യമില്ലാണ്ട് എല്ലാവരും ഹൈ ബീം ഇടാം. ഹൈ ബീം ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുക. അതിൻ്റെ എന്താണ് ആവശ്യം എന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഉള്ളിൽ കയറാനുള്ള പരിപാടി ഇവിടെ. ഇവിടെ അമ്പലമുണ്ട്. ചെറിയ ചക്ക വണ്ടി ഓടിക്കും കാറ് കൊണ്ട്. പിന്നെ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അത് ട്രിപ്പിൾസ് ഇവിടെ ഇഷ്ടം പോലെ കാണാൻ നമുക്ക് ഹെൽമെറ്റ് ഇല്ലാണ്ട്. ഫുള്ള് ഹെൽമെറ്റ്. അതേ അങ്കിളും അതെ ഹെൽമെറ്റ് ഉണ്ട്. വേണ്ടത് വേറെ എടുത്ത നോ ഹെൽമെറ്റ് റിക്വയർ. അടിയിലെ ഞാനാരെ അങ്കിൾന്ന് വിളിക്കണത്? എൻ്റെ വയസ്സുകാരനായിരിക്കും വിളിച്ചോളൂ. നമ്മളെത്ര പ്രായമായാലും ശരി, ജസ്റ്റിൽ യങ് അറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ മതി. ഈ ഏരിയ കുറച്ചൊന്ന് സൂക്ഷിക്കണം. ഇവിടെ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ കുറച്ചൊരു സർക്കസ് വേണം. അല്ലെങ്കിൽ ആൾക്കത് കണ്ടു ഹെൽമെറ്റിൽ കണ്ട് എല്ലാ പെണ്ണുകളുടെ കണ്ടുപിടിച്ചാൽ അവർ ഓടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇങ്ങനെ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ഗിയർ ചെറിയ ചെറിയ ഗലികളാണ്. ഇതിൻ്റെ ഇടയിൽ ഇനി ഒരു ട്രക്കും ഇങ്ങനെയൊക്കെ പല സംഭവം വലിയ വലിയ ട്രക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ലോണം പെടുക. അയ്യോ എൻ്റെ വഴി ട്രക്ക്. ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഫാമിൻ്റെ ചെറിയ എന്നുവെച്ചാൽ ഞാൻ താമസിച്ചിരുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല, അവിടം വരെ എത്തി. അവിടേക്കല്ലേ പോകണമെങ്കിൽ കുറച്ച് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോട്ടെ. വീട്ടൊന്നും എടുക്കേണ്ടിരുന്നു. എടുക്കേണ്ടി വരുമോ? അല്ല ഇവിടെ കണ്ട കാല് വെച്ചിട്ട് ഓടിക്കാൻ പറ്റും. ഒന്നുമില്ലല്ലോ. ഓക്കെ, ഓൾമോസ്റ്റ് എത്താറായി നമ്മള്. കലി ചെക്കൻ അവനെ ഞങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും വേണ്ട. ഒരു ദിവസം പറഞ്ഞ് പോവും, പിന്നെ 2-3 ദിവസമൊക്കെ നിന്നിട്ടാവും വരുള്ളൂ. എന്താ പറയാ, പാവം ബോറിങ്. അവനും ബോറടിച്ചോണ്ടിരിക്കുക. അവന് കളിക്കാൻ വേറെ കാരണം ഞാൻ PS ഒന്നും കളിക്കാറില്ല. അപ്പോൾ അവൻ്റെ അങ്കിളുമാരൊക്കെ ഭയങ്കര ഈ ഫുട്ബോളിൻ്റെ കളിക്കാരാണ്. എന്നുവെച്ചാൽ PS4 PS5 അതുകൊണ്ട് അവരുടെ ഒപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. രാവിലെ 3, 4, 5 മണി വരെയൊക്കെ കളിക്കും. വൈകുന്നേരം ഇതൊക്കെ കാരണം ഈ ട്രാഫിക്. അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ വഴിയുള്ളൂ. ഓക്കെ, നമ്മൾ എത്താറായി. ഓൾമോസ്റ്റ്. ഇതാണ് ഖിർക്കി എക്സ്റ്റൻഷൻ, മാൾവ്യ നഗർ ഡിസ്ട്രിക്ട് ഖിർക്കി എക്സ്റ്റൻഷൻ. ഓക്കെ, പട്ടിക്കുട്ട ഒന്ന് മാറൂ. പണിയെടുക്കാൻ ഭർത്താവ്. ഓക്കെ, പാർക്കിംഗ് ചെയ്യാം. നമ്മളെത്തി വഴി. താങ്ക് യു.
അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അവൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോകണം. ഇനി പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർ കാരണം ആൾ പറയേണ്ട ഡിന്നർ കഴിച്ചിട്ട് പോയാൽ മതിയൊന്നും. എനിവേസ് നോക്കട്ടെ, വീട്ടിൽ നിന്നിട്ട് നോക്കാതെ. യാവേൻ സോസ്, ഹലോ. ഇല്ല, ഇവിടെയൊക്കെ പെയിന്റിങ് നടക്കുമല്ലോ. Nice. Everything is painting, huh? Yeah. Looks very nice. Our house owners, I don't know when are they going to do. Where is my boy? Huh? Oh, I should have guessed. You see, as I told you, both uncle and nephew addicted to PS. ഇത് കണ്ട, ഇതാണ് ഇവരുടെ പരിപാടി. So how long yesterday you guys played night? 4 o'clock? No way. നമ്മുടെ സിസ്റ്ററിലോ നമ്മൾക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കണം. ഇവിടെ കണ്ട, I said my sister-in-law is making tea. അടിപൊളി കടക് ചായ്. ക്യാ ബാത് ഹൈ. താങ്ക് യു സാം. ഇവന്മാരുടെ കളി ഇന്ന് തീരൂല. Only if you had so much of interest like this in studies. Yeah? Bro, only 8 more days, yeah? 7 more days, you have to. Yeah. Kerala trip. Kalas. Next year, so you will come, yeah? All of you, yeah. You all have to What kind of ball is that? നല്ല സുഖം. ഇവിടെ എ സി ഇട്ടിരിക്കുക. ഞാനവിടെ വീട്ടിൽ നിന്നിപ്പോൾ മഴ കാരണം ഞാൻ വിചാരിച്ചു അധികം ഇതുണ്ടാവില്ല, ചൂടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കൂളറിട്ടിട്ട് ഇത് വാതിൽ തുറന്നിട്ടു. കൂളറിട്ട് തെറ്റായിപ്പോയി. ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി. കാരണം ഈ ചൂട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്തപ്പോഴേ ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി. ഇന്നും എ സി ഇടേണ്ടി വരും, അത്രയും ഹ്യൂമിഡിറ്റിയാണ്. ചൂടുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. നമുക്കിനി തിരിച്ച് എന്തോ എവിടെയോ എൻ്റെ അലൈൻമെൻ്റ് ഒന്ന് നോക്കുന്നത് ശരിയാണ്. ഓക്കെ എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. ഒരു ചായ ഒക്കെ കുടിച്ചവിടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കുന്ന യാതൊരു മൂഡുണ്ടായിരുന്നില്ല. വീട്ടിൽ കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട്. ഇന്നലത്തെ ദാലും എന്താണ് പറയുക, പരിപ്പൊക്കെ ഉണ്ടാക്കിയ ബാക്കിയുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നമുക്കിന് ഒരു അടുത്ത മഹായുദ്ധത്തിന് തയ്യാറായി. അയ്യോ, ഇതിട്ടില്ലല്ലോ ഞാൻ. മാപ്പ് ഇട്ടില്ല. വഴി ഓർമ്മയുണ്ട്, എന്നാലും രാത്രിയല്ലേ, ഇത് കളയാം. ഡയറക്ഷൻസ് 17 മിനിറ്റ്. 7.2 കിലോമീറ്റേഴ്സിന് 17 മിനിറ്റ്. ബെസ്റ്റ്. അത്രയും ട്രാഫിക്കാണ്. ഞാൻ വീഡിയോ നോക്കി കുറച്ചേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് പോകണ്ടായിരുന്നു വീഡിയോ. വെച്ചാൽ അതിൻ്റെ ഫോക്കസൊക്കെ, ആ ഫോക്കസ് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി പിന്നീന്ന് ഈ വരുന്ന വണ്ടികളുണ്ടല്ലോ, അവന്മാർ ഈ ഹൈ ബീം അടിക്കണോണ്ട് എൻ്റെ ഈ ഇതിൽ പെട്ടിട്ട് തിരിച്ച് ക്യാമറ അടിക്കുമ്പോൾ ലെൻസും അടിക്കുമ്പോൾ ആ ഹൈ ബീം കാരണം ഔട്ട് ഓഫ് ഫോക്കസ് പോയിരുന്നു. ഇപ്പോൾ അത് ഞാൻ നേരത്തെ വൈഡ് ആംഗിളിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ മെയിൻ ക്യാമറയിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചൊന്ന് മുകളിലാക്കുന്നത്, ഒന്ന് കുറച്ച് മുകളിലാക്കട്ടെ. ഇതാണ് ഇതിൽ ഈ മൊബൈലിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശരിക്കും കാണാൻ പറ്റില്ല. ഇത് ഓക്കെ ആണ്. ദിസ് ഈസ് ഓക്കെ. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് റെക്കോർഡിങ് പ്രോപ്പർലി. ഐ ഡോണ്ട് നോ ബട്ട് ലെറ്റ്സ്. അപ്പോൾ നമുക്ക് പോവാം. ഇനി വീട്ടിൽ നിന്നിട്ട് ഈ വ്ളോഗ് തന്നെ എഡിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഡെയിലി വ്ളോഗിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റ് നമുക്ക് ഡെയിലി കിട്ടണമല്ലോ. ഇന്നെന്തായാലും ഡ്രൈവിങ്ങിൻ്റെ കണ്ടൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ എൻജിൻ ഓയിൽ ചേഞ്ച് ആക്കിയ പിന്നെ നല്ലൊരു സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. വണ്ടിയുടെ ആ പെർഫോമൻസ് തന്നെ ചേഞ്ച് ആയി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മോട്ടൂളിൻ്റെ കേട്ടോ 10W40.
ആ എഞ്ചിൻ ഓയിലാണ് ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് അതിനിട്ടിരിക്കുന്നു. ഞാൻ ഇനി നാടിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇത് ചേഞ്ച് ആക്കണം. ഒരു പ്രാവശ്യം കൂടി ഞാൻ മോട്ടറിലിടും. ഈ ഏരിയയാണ് ഞാൻ പറഞ്ഞത് ട്രാഫിക്കിൻ്റെ. ആൾക്കാർ ഇവിടെ ഒന്നും നോക്കില്ല. ഇത് ഒരു ഗലി മാതിരി തന്നെയാണ്. ഗലിയുടെ കഴിഞ്ഞിട്ടുള്ളൊരു റോഡാണ്. നമ്മൾ മെയിൻ റോഡിലേക്ക് കടക്കണമെന്നുള്ള ഒരു ഇവിടെ നമ്മൾ കുത്തിക്കയറണം. കണ്ട ഒറ്റ ഇവിടെ ഹെൽമെറ്റ് ഇല്ലാണ്ടുള്ള വണ്ടി എടുക്കും. ഒറ്റ ആളും ചെയ്യണ്ട. മുമ്പിൽ പോണ 3 ആൾക്കാർക്ക് ഹെൽമെറ്റ് ചെയ്യാം. ഇവിടെ കൊടുക്കത്തെ ട്രാഫിക്കാണ്. അപ്പോൾ ഈ തിരിച്ചു പോണത് ഞാൻ അധികം സംസാരിക്കണില്ല. നിങ്ങൾ എൻജോയ് ചെയ്യൂ നൈറ്റ് ഡ്രൈവ് ഇൻ ഡൽഹി. ഓക്കെ. വർത്താനം പറഞ്ഞുകൊണ്ട് പോയി തെണ്ടി. നോക്ക്, റോഡ് ബ്ലോക്ക് ചെയ്ത് ഹെൽമെറ്റും ഇല്ല. എന്ത് പറയാം. ഇതൊന്നും ലൈറ്റില്ല. ട്രാഫിക്. ഇവനെന്ത്
നമ്മൾ വന്ന വഴിയും പോണ വഴിയും വ്യത്യാസമുണ്ട്. നിന്നൊരു ഫ്ലൈ ഓവർ എടുക്കുന്നത് രണ്ട് ഫ്ലൈ ഓവർ എടുക്കണം. ഒന്നുകൂടി ഉണ്ട് എയർപോർട്ട് റോഡാണ്. അല്ല, പിന്നീന്ന് ഹൈ ബീം അടിച്ചിട്ട് എൻ്റെ കണ്ണുമിക്കിട്ട് അടിച്ചത്. ഇവന്മാരെ എന്തിനാ ഹൈ ബീം ഇട്ടിരിക്കുന്നത് എനിക്ക് പറഞ്ഞില്ല. എൻ്റെ ഫോക്കസ്, ക്യാമറയുടെ ഫോക്കസ് ചിലപ്പോൾ പോയിണ്ടാവും. ആവശ്യമില്ലാണ്ടാണ് എല്ലാവരും ഹൈ ബീം ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നു ഇവിടെ നോർത്തിൽ. സോറി കേട്ടോ, ഒന്നും പറയണ്ടേ. ഇവിടുത്തെ ഇത് നമ്മളങ്ങോട്ട് മാക്സിമം നമ്മൾ ക്ഷമിക്കാന്ന് വയ്ക്കുമ്പോ ഒന്നും പറയണ്ട. നമുക്കങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ശരിയാക്കാനും പറ്റില്ല ഇവന്മാര്. ഇത് അങ്ങനെ ആയിപ്പോയി. ഞങ്ങളൊന്നും ശരിയാവില്ല ഇനി. അന്ന് ഈ സെയിം ആൾക്കാർ ദുബായിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കോട്ടാ. പേടിയുണ്ട്, പേടിയില്ല എന്നിച്ചല്ല, ലോയിനെ പേടിയുണ്ട്. പക്ഷെ നമ്മുടെ ലോയിനെ പേടിയില്ല, നമ്മുടെ ആൾക്കാരെ പേടിയില്ല. അതാണ് പ്രശ്നം. നല്ലൊരു എന്താണ് പറയാ, റൂളിംഗ് പാർട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാം. നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു PM വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CM വേണം. ഒരു രാജ്യം, എൻ്റെ അമ്മേ, ഒരു രാജ്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ലീഡർ തന്നതാണ്, നയിക്കുന്ന ആള് തന്നതാണ്. എന്നാലും എല്ലാം ശരിയാവും. അതുകൊണ്ട് ഇപ്പം അയാളും അതുമാതിരി ആയിപ്പോയി കുമാരും അങ്ങനെ തന്നെ ആയിരിക്കും. That matters a lot. Of course, literacy is the key. Illiterate ആയിട്ടിരുന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതുണ്ട്, ഈ ചെറിയ കൊച്ചിനെ കൊണ്ട് തെണ്ടിക്കും. ഇതൊക്കെ ഈ ബഞ്ചാറുകളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടത്, ഇവരൊക്കെ എടുത്ത് പുറത്താക്കിയാണ് ഗവൺമെന്റ്. പിന്നെയും തിരിച്ചു വരും. വഴിയിലൊക്കെ ആളവിടെ പെട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല.
ഈ റോഡ് ഉണ്ടല്ലോ നമ്മുടെ സപ്തഗംഗയ്ക്ക് പോകുന്ന റോഡ് അടിപൊളി റോഡാണ്. രാവിലെ ഇറങ്ങി നിങ്ങൾക്ക് ഓടിച്ച് കളിച്ചത് ഒന്ന് എനിക്ക് പറ്റിയില്ല, കാരണം ആ സമയത്ത് മഴ പെയ്യായിരുന്നു. നല്ല രണ്ട് വശത്തും നല്ല എന്താ പറയുക ഫുള്ള് ട്രീസാണ്. ഡൽഹിയിൽ സാധാരണ ഇങ്ങനെയാണോ, പക്ഷെ അത് മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷൂട്ട് ചെയ്തോ നല്ല രസമാണ്. I can smell. There is no pollution now. മഴ കഴിഞ്ഞിട്ട് പിന്നെ I can smell the freshness. ഏതൊരു വീടിന്റെ ചന്ദനത്തിരി കത്തിച്ചെന്റെ സ്മെല്ല് വരെ എന്നെ മൂക്കിലെത്തി. ഓണത്തിന് ഇവിടെ കുറവില്ല. നാളെ വണ്ടി തിരിച്ച് കഴുകേണ്ടി വരും മഴ പെയ്തില്ല. I don't know how the video shoot is coming up, but let's see. എനിക്ക് ഈ വണ്ടിയുടെ ഉണ്ടല്ലോ നമ്മളുടെ TVS റേഡിയോൻ്റെ ഈ എക്സോസ്റ്റ് നോട്ടില്ല ഭയങ്കര ഇഷ്ടം. നല്ല ഹെവി നോട്ട്, ബുള്ളറ്റിൻ്റെ മാതിരി, ബുള്ളറ്റിൻ്റെ ഒരു അനിയൻ മാതിരി. അതിന് എൻ്റെ ഇത് പറഞ്ഞു എൻ്റെ ഹെൽമെറ്റിൻ്റെ വൈസറിൽ അത് തുറന്നു പോയി. കുറഞ്ഞ അളവ് കണ്ടിരുന്നു. വെറുതെ ഹോണടി. ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ എനിക്ക് അന്ന് കള്ളു പിടിച്ചിട്ട് എൻ്റെ ഹൺഡ്രഡ് വൈസർ പോയ പോക്കുണ്ടോ. എനിക്ക് പറ്റിയ അതിൻ്റെ സ്ക്രൂ പോയാ വൈസർ വീണു പോകും. ഇവിടെയൊക്കെ ട്രാഫിക്കിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഡ്രൈവ് ചെയ്യാനുള്ള റോഡാണ്. എന്താ മോനെ തണുക്കൂടാ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഡിയർ പാർക്ക് അടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ മരങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് നല്ല തണുപ്പാണ്. ഹെൽമെറ്റ് പോയി.
ഓക്കെ ഗൈസ്, അങ്ങനെ വീട്ടിലെത്തി. എൻ്റെ ഹെൽമെറ്റ് ഗൈസ്, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അയ്യോ, വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി. എൻ്റെ ഹെൽമെറ്റ് എന്താ പറ്റിയെന്ന് അറിയില്ല, ഇടയ്ക്ക് വെച്ചിട്ട് ഇത് കണ്ട ഈ സംഭവം ഇളകി വന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഇത് ആക്ച്വലി സ്ക്രൂ ആണ്. ഇതെങ്ങനെയെങ്കിലും ടൈറ്റ് ചെയ്ത് പൊട്ടിയതാണോ? പൊട്ടിയിട്ടില്ല, സ്ക്രൂ ആണ്, അത് ടൈറ്റ് ചെയ്താൽ മതി. ഇടയ്ക്ക് വെച്ചിട്ട് ടക്ക് 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 ഒച്ച വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് കണ്ടറിഞ്ഞു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മളെ ട്രിപ്പ് ഫുള്ള് മോട്ടോ വ്ളോഗായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വ്ളോഗ്. നല്ല രസമുണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ കാലാവസ്ഥയിൽ, ഈ ക്ലൈമറ്റിൽ. രാത്രിയായിപ്പോയി, കാരണം രാവിലെ ഉച്ച കഴിഞ്ഞിട്ടാണ് ആക്ച്വലി മഴ പെയ്തത്. ഞാൻ ഉച്ചവരെ ഞാൻ കിടന്നുറങ്ങായിരുന്നു, കാരണം ഇന്നലെ രാത്രി നിങ്ങൾക്കറിയില്ല ഞാൻ ഫുള്ള് വ്ളോഗ് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇന്ന് തന്നെ ഇടണമായിരുന്നു, അതുകൊണ്ട് ചെയ്തത്. അപ്പോൾ ഇനിയും ഇതിന് വേണ്ടിയിട്ടിരിക്കണം. എനിക്കിതിൽ ഇനി ഇരുന്നിട്ട് പിന്നെ തിരിച്ച് എഡിറ്റ് ചെയ്യണം, പിന്നെ രാവിലത്തേക്ക് തരണം. ഇപ്പോൾ രാവിലെ 8 മണിക്ക് ആണ് എൻ്റെ ടൈമിങ്. ഞാൻ ട്രൈ ചെയ്യുന്നത് മാക്സിമം 8 മണിയാകുമ്പോഴത്തേക്കും വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ വ്ളോഗ് നാളത്തേക്ക് ഇടുന്നതായിരിക്കും. സോ സീ യു ഗൈസ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ, താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ഇഫ് യു ആർ ന്യൂ ടു ദിസ് വ്ളോഗ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കല്ല, പിന്നെ കമൻറ്റും കൂടി ചെയ്യാം, വാട്ട് ഡു യു വോണ്ട് ടു സീ. ഓക്കെ, അപ്പോൾ നാട്ടിലെത്തുന്നതിന് മുമ്പ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7-8 വ്ളോഗ് ഡെയിലി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിട്ടുകൊണ്ടിരിക്കുക. സോ സീ യു ഗൈസ്, കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.